വൈകുന്നേരം ആയപ്പോൾ കുറച്ച് കക്ക കിട്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തു. ഇത് മുള്ളൻ ചക്കയാണ് കേട്ടോ, നമ്മുടെ വീട്ടിൽ തന്നെ കായ്ച്ചിട്ടാണ്. ഇത് കുറേ കാലത്തിന് ശേഷം കേട്ടോ ഇത്ര അധികം കിട്ടുന്നത്. അപ്പോൾ ഇനി ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് പഴുപ്പിക്കാൻ വേണ്ടി വെക്കണം. പഴുത്ത ശേഷം ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ കക്കയൊക്കെ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. കക്ക നമ്മൾ എത്ര വേവിച്ചെടുത്താലും വേവാതെ വല്ല റബ്ബർ പോലെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിൽ ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുത്ത ശേഷം കേട്ടോ ഫ്രൈ ചെയ്ത് എടുക്കാറ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് വയറുവേദന എടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു ഇറച്ചി. അപ്പോൾ ആദ്യം നമ്മൾ മുളക് പൊടിയും ഉപ്പും മഞ്ഞപ്പൊടിയും നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കുക. വേവിച്ചെടുക്കുന്ന സമയത്ത് ലേശം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ, അടിപ്പിടിക്കാതെ ഇരിക്കാനായിട്ട്. എന്നിട്ട് ഒരു 2-3 വിസിൽ അടുപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്കും കക്ക നല്ല സോഫ്റ്റ് ആയിട്ട് വരും. എന്നിട്ട് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് വലിയ ജീരകം, കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. സവാള ചെറുതായി എണ്ണത് ഇട്ട് കൊടുക്കുക. പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നല്ലപോലെ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമ്മൾ പിന്നെ വേവിച്ചെടുത്തിട്ടുള്ള കക്കി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ലേശം കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളം വറ്റി വരുന്നവരെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ നല്ല സോഫ്റ്റാണ് കേട്ടോ കക്ക, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.